സാറേ, പാകിസ്ഥാനിലെ സമുദ്രമേഖലയിൽ വലിയ എണ്ണ നിക്ഷേപമുണ്ട്. ലോകത്തിലെ തന്നെ 4ാമത്തെ വലിയ എണ്ണ നിക്ഷേപമാണെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തകർന്ന് തരിപ്പണമായി എന്ന് നമ്മൾ കരുതുന്ന പാകിസ്ഥാൻ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുമോ? സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇവർക്ക് ഇത്രയും വലിയ എണ്ണശേഖരമല്ലേ? അപ്പം ഇവർ മുസ്ലിം രാജ്യമായതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ കമ്പനികളുള്ള മുസ്ലിം രാജ്യങ്ങൾക്കൊക്കെ വന്നുകൂടെ? സത്യത്തിൽ ആ ചോദ്യം നമുക്ക് വേറെ തരത്തിൽ ചോദിക്കായിരുന്നു. ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധിയും ഈ എണ്ണ ഇറക്കുമതി ചെയ്യുകയൊക്കെ ചെയ്യുന്ന, അവർക്ക് ആവശ്യത്തിന് വേണ്ടി ഒക്കെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഈ എണ്ണ ശേഖരം കൊണ്ട് അവർക്കെങ്കിലും ജീവിച്ചുകൂടെ എന്നും ചോദിക്കാമായിരുന്നു. ഇതും സാധ്യതയില്ല. എന്താണെന്ന് വെച്ചാൽ ഇതിന് വലിയ നിക്ഷേപം വേണം. അതിനുള്ള ഈ പര്യവേഷണം, ആദ്യം പര്യവേഷണം എത്ര ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് എണ്ണ കിണറുകൾ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിനൊന്നുമുള്ള പൈസ അവിടെ ഇല്ല. അപ്പോൾ വലിയ എണ്ണ ഭീമന്മാർ വരണം. ഈ ആരാംകോ, ഷെൽ, ഇങ്ങനത്തെ കമ്പനികൾ, ആ കമ്പനികൾ വരാനായിട്ട് ഇപ്പോൾ തയ്യാറല്ല. എന്താണെന്ന് വെച്ചാൽ ഈ സുരക്ഷാ ഭീഷണി, പാകിസ്ഥാനിൽ പോയിട്ട് സുരക്ഷിതമായിട്ട് ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥ. സാങ്കേതിക വിദഗ്ധരൊക്കെ വരേണ്ടതാണല്ലേ ഇത്തരം പണികൾ. വലിയ എഞ്ചിനീയർമാരും പണമൊക്കെ വാങ്ങുന്ന വലിയ ഉദ്യോഗസ്ഥരും ഒക്കെ എപ്പോഴും ഈ എണ്ണ പര്യവേഷണ സ്ഥലത്തൊക്കെ വേണ്ടതാണല്ലോ. ഇത് വല്ല ഭീകരവാദികളൊക്കെ വന്നിട്ട്, എന്തൊക്കെ ഭീകര സംഘടനയാണല്ലേ അവിടെ. അത് ഇത് മറ്റത് ലഷ്കർ-എ തൈബ, ഇങ്ങനെ പല പേരുകളിൽ പലതും ഉണ്ട്. അമേരിക്കയൊക്കെ പലതവണ പറഞ്ഞാണ് ഇതൊക്കെ ഉന്മൂലനം ചെയ്യാൻ. മത തീവ്രവാദത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് സംഘടനകൾ. ഇതൊന്നും അല്ലാതെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയൊക്കെ പോലെ വേറെ സംഘടനകൾ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ആണെങ്കിൽ 5 എഞ്ചിനീയർമാരെ ചൈനയുടെ കൊന്നിട്ട്, ചൈന കാശ് കൊടുത്തിട്ടാണ് നിലനിന്ന് പോകുന്നത്. എന്നിട്ട് അവർക്കെതിരെ ആക്രമണമൊക്കെ നടന്നു. ഇതിങ്ങനെ കണ്ടിട്ട്, അപ്പോൾ പാകിസ്ഥാന് ഈ സുരക്ഷ ഉറപ്പ് കൊടുക്കാൻ പറ്റാത്തൊരു രാജ്യമാണ്. ഇന്ത്യ പോലെയൊന്നുമല്ല. മറ്റേവരാണെങ്കിൽ വലിയ കമ്പനികൾ ധരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ സുരക്ഷയ്ക്ക് ഏർപ്പാട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ പര്യവേഷണത്തിൻ്റെ ഇരട്ടി ചെലവ് ചിലപ്പോൾ അതിന് വേണ്ടി വരും. പല ആയുധങ്ങളും സംഗതികളൊക്കെ വേണ്ടി വരുമല്ലോ, അംഗരക്ഷകരും ഒക്കെ ആയിട്ട്. ഓരോ ആൾക്കും 10 അംഗരക്ഷകൻ എന്നൊക്കെയുള്ള മട്ടിലൊക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത് നടക്കാൻ സാധ്യതയില്ല എന്ന് അവരുടെ തന്നെ മന്ത്രിയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിന് അനവധി വർഷങ്ങൾ വേണ്ടി വരും ഇത് ടാപ്പ് ചെയ്യാനും പര്യവേഷണം നടത്താനും ഒക്കെ. ഇതിനിപ്പോൾ രാജ്യാന്തര കമ്പനികൾ തയ്യാറല്ല. ആകെ തയ്യാറാകാൻ സാധ്യതയുള്ളൊരു രാജ്യം ചൈനയാണ്. ചൈനയെ മാത്രമേ അവർക്ക് വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ചൈന അതിന് തയ്യാറാവുമോ? ഈ സൗദിയിൽ ആരാംകോ അവർക്ക് വലിയ കമ്പനി അല്ലേ? അവർക്ക് അല്ല, അവർ വരില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആരാംകോയുടെ കാര്യം ഞാൻ പറയാം വീണ്ടും. കാരണം ആരാംകോ അവിടെ എന്താ ചെയ്തതെന്ന് ഞാനിപ്പോൾ പറയാം. അപ്പോൾ അവിടെ ഇതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു പിടിച്ച പരിപാടി ഇറാൻ പാകിസ്ഥാനിലേക്ക് ഈ കള്ളക്കടത്ത് നടത്തിയിട്ട് കരിഞ്ചന്തയിൽ, ഇറാനിൽ പെട്രോൾ ഉണ്ടല്ലോ, ഉപരോധം കാരണം ഇത് എവിടെയെങ്കിലും കൊടുക്കണമല്ലോ. അപ്പോൾ പാകിസ്ഥാനിലേക്ക് ഇത് കള്ളക്കടത്ത് നടത്തിയിട്ട് അവർ പെട്രോളും എണ്ണയും ക്രൂഡ് ഓയിലും ഈ വക സാധനങ്ങളും ഒക്കെ ഓരോ വർഷവും പാകിസ്ഥാനിൽ വിൽക്കുന്നുണ്ട്. അങ്ങനെ കള്ളക്കടത്ത് വഴി എണ്ണ വരുന്നുണ്ട് പാകിസ്ഥാനിൽ. അങ്ങനെ ഇറാൻ $1 ബില്യൺ കച്ചവടം നടത്തുന്നുണ്ട്. 8,000 കോടി. നമ്മൾ നേരത്തെ ഒരു കണക്ക് പറഞ്ഞാണ്. 8,000 കോടിയുടെ കള്ളക്കടത്ത് ഈ എണ്ണ മേഖലയിൽ ഇറാൻ നടത്തുന്നതായിട്ടും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനിൽ. പാകിസ്ഥാൻ അതൊന്നും തടയുന്നില്ല. കാരണം വില കുറച്ചാണല്ലോ കിട്ടുന്നത്. അപ്പോൾ 3 വർഷത്തെ സർവേ വേണ്ടി വരും ഈ ശേഖരം എത്രയുണ്ട് എന്നൊക്കെ കാണാനായിട്ട്. അപ്പോൾ അത് ബാധകമാണെങ്കിൽ LNG ഇറക്കുമതി പിന്നെ ആവശ്യത്തിന് വേണ്ട. ഇനി ഇത് എണ്ണയാണ് ശേഖരത്തിൽ എങ്കിൽ ആ എണ്ണയും ഇറക്കുമതി വേണ്ട, പാകിസ്ഥാൻ ഉപയോഗിക്കാം എന്ന് വെക്കാം. പക്ഷെ പര്യവേഷണം തുടങ്ങാനായിട്ട് $5 ബില്യൺ വേണം. നമ്മൾ കഴിഞ്ഞ ദിവസം IMF-ന്റെ ഒക്കെ കാര്യം ചർച്ച ചെയ്തതാണ്. 30 ബില്യൺ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പം 4-5 വർഷം എടുക്കുകയും ചെയ്യും ഈ സംഗതിയൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് വരുമ്പോൾ. പാകിസ്ഥാൻ്റെ സാമ്പത്തിക രംഗത്ത് പാകിസ്ഥാൻ 29% ഗ്യാസ്,
85% എണ്ണ, 50% LPG, 20% കൽക്കരി, ഇതൊക്കെ ഇറക്കുമതി ചെയ്യാണ് പാകിസ്ഥാൻ. 2023 കഴിഞ്ഞ കൊല്ലം ഈ ഇറക്കുമതിക്ക് ചെലവ് വന്നത് $17.5 ബില്യൺ. 1,46,238 കോടി രൂപ പാകിസ്ഥാൻ ഈ എണ്ണ സംബന്ധിയായ കാര്യങ്ങൾക്ക് ഇറക്കുമതിക്കാണ്. ഇത് 7 വർഷം കഴിയുമ്പോൾ 31 ബില്യൺ ആവും എന്ന് കരുതുന്നുണ്ട്. 31 ബില്യൺ എന്നൊക്കെ പറഞ്ഞ് കൈവിട്ട കേസാണ്. അപ്പോഴൊക്കെ പാകിസ്ഥാൻ എവിടെയായിരിക്കും എന്നൊക്കെ കണ്ടറിയണം. 2021 വലിയ കടം ആയിരുന്നു പാകിസ്ഥാന്. പണപ്പെരുപ്പം 30% ആയിരുന്നു. 2023 വളർച്ച 2.4% മാത്രമായിരുന്നു. ഇന്ത്യയുടേത് 7%. 3.5% ലക്ഷ്യം. അത് കൈവരിച്ചില്ല. 2.4 വന്നുള്ളൂ. 2024 ഈ കഴിഞ്ഞ ജനുവരിയിൽ മൊത്തം കടം $430 ബില്യൺ പാകിസ്ഥാൻ്റെ കടം. ഈ ഗ്യാസ് ഉൽപ്പാദനത്തിന് വേണ്ടി ഇത്രയും ചോദിച്ചു കടം, 430 ബില്യൺ. അത് കിട്ടിയിട്ടില്ല. ഇന്ധന ബിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ധന ബില്ല് 1.5 ലക്ഷം കോടി വരുന്നുണ്ടല്ലോ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതില്ല. പാകിസ്ഥാൻ്റെ ഊർജ്ജമന്ത്രി മുഹമ്മദ് അലി കഴിഞ്ഞ ദിവസം പറഞ്ഞത് 235 ട്രില്യൺ ക്യൂബിക് ഫീറ്റ് ഗ്യാസ് ശേഖരമാണ് കണ്ടെത്തിയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കത് ഒരു നിഗമനമാണെന്ന് പറയാം. നിഗമനാണ്. കാരണം പര്യവേഷണം നടന്നിട്ടില്ലല്ലോ. അപ്പോൾ ഒരു ഊഹം എന്ന് പറയാം. ഞങ്ങൾ വലിയ ഐശ്വര്യമുള്ള ആളുകളാണെന്ന് പറയാനുള്ള ഒരു ഊഹം മറ്റുള്ളവരുടെ മുമ്പിൽ. അത് അങ്ങേര് പറഞ്ഞു 25 ബില്യൺ അല്ലെങ്കിൽ $30 ബില്യൺ ഉണ്ടെങ്കിൽ 10% ഇതിൻ്റെ ഡ്രില്ല് ചെയ്ത് എടുക്കാൻ പറ്റുന്ന. എവിടെ നിന്നാണ് 25 ബില്യൺ 30 ബില്യൺ? വലിയ കമ്പനികൾ വരേണ്ടി വരും. അപ്പോൾ ശരിക്കും എത്ര ശേഖരം ഉണ്ടെന്ന് പാകിസ്ഥാൻ അറിയില്ല. 4th ലാർജസ്റ്റ് എന്നൊക്കെ ഉള്ളത് നിഗമന ഊഹമാണ്. ഇത് വെച്ചിട്ടുള്ള ഊഹം മാത്രമാണത്. ഇപ്പോൾ S&P സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ S&P റേറ്റിംഗ്സ് ഉണ്ടല്ലോ. S&P ഗ്ലോബൽ കമ്മോഡിറ്റി ഇൻസൈറ്റിൽ ജൂലൈയിൽ പറഞ്ഞത് ഇന്ത്യയെ പറ്റി. ഇന്ത്യയിൽ 22 ബില്യൺ ബാരൽ എണ്ണയുണ്ട്. ഇത് കാറ്റഗറി 2, കാറ്റഗറി 3 ബേസിൻസ്. ഇതിൻ്റെ ഈ എണ്ണയുള്ള ശേഖരമുള്ള ഭാഗങ്ങൾ ബേസിൻസ് ഉണ്ട്. മഹാനദി, ആൻഡമാൻ, ബംഗാൾ, കേരള, കൊങ്കൺ തീരം, കേരളം, കൊല്ലം തീരത്തുണ്ട്. ഇത് കണ്ടെത്തി കഴിഞ്ഞതാണ്. മാത്രമല്ല സുരേഷ് ഗോപിയാണ് ഈ പെട്രോളിയത്തിൻ്റെ ഒക്കെ സഹമന്ത്രി. ഹർദീപ് സിംഗ് പുരിയാണ് മന്ത്രി, സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. കൊല്ലം തന്നെയാണല്ലോ സ്ഥലം. ഇത് നോർത്ത് അമേരിക്കയിൽ പെർമിയൻ ബേസിൻ എന്ന് പറഞ്ഞിട്ട് എണ്ണ ശേഖരമുള്ള ഒരു സ്ഥലമുണ്ട്. എണ്ണ അവിടെ നിന്ന് എടുക്കുന്നുമുണ്ട്. അതിനേക്കാൾ വലുതാണ് ഇന്ത്യയിലത്തത്. അപ്പോൾ ഈ പെർമിയൻ ബേസിനിൽ നോർത്ത് അമേരിക്കയിൽ ദിവസം 4.2 മില്യൺ എന്ന് പറഞ്ഞാൽ 42 ലക്ഷം ബാരൽ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് പടിഞ്ഞാറൻ ടെക്സാസിലാണ് ഈ പറഞ്ഞ ബേസിൻ, പെർമിയൻ. സൗത്ത് ഈസ്റ്റേൺ മെക്സിക്കോ, ന്യൂ മെക്സിക്കോ, അതും ആ ഭാഗത്താണത്. പെർമിയൻ ബേസിനും 34 ബില്യൺ ബാരൽ എണ്ണയാണ് ആകെ ഉള്ളത്. അതിൽ 14 ബില്യൺ ബാരൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു. ഇനി 20 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഡെപ്ലീഷൻ, അത് പറ്റിക്കൊണ്ടിരിക്കുകയാണ്, വരണ്ട് പോവുകയാണ് എന്ന് പറയാം. ന്യൂയോർക്കും ഒരു എണ്ണപ്പാടത്തിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അത് മറ്റേ ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതിന് പകരം ഗൾഫിൽ നിന്നൊക്കെ വാങ്ങുക എന്നുള്ളതാണ് ബുദ്ധിയുള്ളത് കൊണ്ട് അമേരിക്ക ഉദ്ദേശിച്ചത്, ഭാവിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ONGCയും ഓയിൽ ഇന്ത്യയാണ് ഇന്ത്യയിൽ ഇത് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലും ഇപ്പോൾ ആരാംകോ പോലുള്ള ഒരു കമ്പനിയൊന്നും വന്നിട്ടില്ല വലിയ തോതിൽ. രാജ്യാന്തര കമ്പനി ഇവിടെ വരേണ്ട കാര്യമൊക്കെ ഉണ്ട്. 3.36 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ബേസിനിൽ നമുക്ക് അത്രയുണ്ട്. അതിൽ 10% മാത്രമേ പര്യവേഷണം തന്നെ നടന്നിട്ടുള്ളൂ. നമുക്ക് ഇവിടെ ധാരാളം എണ്ണ നിക്ഷേപമുണ്ട്.
ഈ വർഷം ഇത് 16% ആകുമെന്ന് മന്ത്രി ഹർദീപ് പുരി പറഞ്ഞിട്ടുണ്ട്. 144 ബ്ലോക്കുകൾ ലേലം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2,44,007 സ്ക്വയർ കിലോമീറ്റർ, ചതുരശ്ര കിലോമീറ്റർ, അത്രയും സ്ഥലത്ത് ഇതുണ്ട്. 2030 300 ബില്യൺ ഇതാകും എന്നും പുരി പറഞ്ഞിട്ടുണ്ട്. 300 ബില്യൺ. പാകിസ്ഥാനിൽ ഈ ഷെൽ എന്ന് പറഞ്ഞ രാജ്യാന്തര കമ്പനി കുറച്ച് ബ്ലോക്കുകളൊക്കെ ലേലം ചെയ്ത് മേടിച്ചിരുന്നു. ഇപ്പോൾ അവർ അത് വേറെ ആളുകൾക്ക് വിറ്റുകൊണ്ടിരിക്കുക, ഈ സുരക്ഷാ പ്രശ്നം കാരണം. ആരാംകോയ്ക്ക് 2023 ജൂണിൽ 18 ഓയിൽ ഗ്യാസ് ബ്ലോക്കുകളിൽ 3 മാത്രം ലേലം ചെയ്ത് എടുത്തിരുന്നു. 15 എണ്ണത്തിന് 18 ബ്ലോക്കിൽ 15 എണ്ണം ലേലം ചെയ്യാൻ വെച്ചിട്ട് ഒരാൾ പാകിസ്ഥാനിൽ അത് ലേലം കൊള്ളാനായിട്ട് വന്നില്ല, എടുക്കാനായിട്ട് വന്നില്ല. പെട്രോൾ മന്ത്രി മുസാദിഖ് മാലിക് എന്ന് പറഞ്ഞ ആൾ, അത് പെട്രോൾ മന്ത്രി, ഊർജ്ജ മന്ത്രി. പെട്രോൾ മന്ത്രി മുസാദിഖ് മാലിക് കഴിഞ്ഞ ദിവസം പറഞ്ഞു സുരക്ഷയാണ് പ്രശ്നം. ഒരു പാർലമെന്ററി കമ്മിറ്റിയുടെ മുമ്പിൽ സത്യം പറഞ്ഞതാണ്. അവർ തമ്മിൽ പറയുമ്പോൾ സത്യം പറയുക, സുരക്ഷയാണ് പ്രശ്നം, സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. മറ്റേ കഴിഞ്ഞ മാർച്ചിലാണ് 5 എഞ്ചിനീയർമാരുടെ ചൈനയുടെ ഒരു ബസ്സിൽ അവർ വരുമ്പോൾ ഇവര് മറ്റേ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തടഞ്ഞു നിർത്തി കയറ്റി അവരെ കൊന്നു കളഞ്ഞു. ദാസു ഡാം പ്രോജക്റ്റിന് വേണ്ടി അത് ചൈന പണിയുന്ന അണക്കെട്ടാണ്. ആ ഡാം ദസു ഡാം പദ്ധതിക്ക് വേണ്ടി വന്ന എഞ്ചിനീയർമാരെയാണ് കൊന്നുകളഞ്ഞത്. ഖൈബർ പഖ്തൂൺഖ്വ പ്രദേശത്താണ് ഇത് സംഭവിച്ചത്. അതുപോലെ ഗ്വാദാർ എന്ന് പറഞ്ഞ തുറമുഖം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ചൈന, അവിടെയും ആക്രമണങ്ങൾ ഉണ്ട്. ബലൂചിസ്ഥാൻ ആർമിയുടെ ചാവേർ സംഘങ്ങളൊക്കെ വന്ന് ആക്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കുറേ പേര് തിരിച്ചു ചൈനയിലേക്ക് പോയി, വലിയ താമസമുണ്ടാകുന്നു പണിയിലുമൊക്കെ. അപ്പോൾ ഈ സുരക്ഷാ പ്രശ്നങ്ങളാണ്. ഇനി എണ്ണ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, അതിപ്പോൾ എണ്ണ കൊല്ലത്തും ഉണ്ടല്ലോ. നമ്മുടെ അവിടെ പര്യവേഷണം തുടങ്ങാൻ പോകുന്നു, കൊങ്കൺ തീരത്തുണ്ട്, അവിടെ നടക്കുന്നു. സാർ, അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഈ പറയുന്ന വിദേശ കമ്പനികളൊന്നും വന്നില്ലെങ്കിൽ ഈ ഞങ്ങൾക്ക് വലിയ എണ്ണ നിക്ഷേപം ഉണ്ടെന്നൊക്കെ പാകിസ്ഥാൻ വെറുതെ ഗീർവാണം അടിച്ചിട്ട് കാര്യമുണ്ടോ? അതെന്താണെന്ന് വെച്ചാൽ മറ്റേ ബലൂചിസ്ഥാനിൽ കോപ്പർ, സിൽവർ അതും ശേഖരമുണ്ട്. അതും ടാപ്പ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലല്ലോ. അവിടെ എന്ത് ചെയ്യാൻ പറ്റും പാകിസ്ഥാന്? ഈ ബലൂചിസ്ഥാൻകാർ അവിടെ ഓപ്പറേഷൻ ഹെറോഫ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ ബലൂജി ഗറിലകള്. ഇവര് പോയിട്ട് അവിടെ മറ്റേ ചെമ്പെടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഗനി പാകിസ്ഥാൻ പോയി കഴിഞ്ഞാൽ അവര് വെടിവെച്ചു കൊല്ലും. അവിടുത്തെ ആർമിക്കാരെ ഓടിച്ചല്ലേ? നടക്കില്ല അത്. അങ്ങനെയാണ് അവിടുത്തെ മര്യാദക്കൊരു ഭരണമുള്ള ഒരു രാജ്യം എന്ന് വിളിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് പാകിസ്ഥാനെ. എന്തടിസ്ഥാനത്തിലാണ് അത് ഉണ്ടായത്? മതാടിസ്ഥാനത്തിലാണല്ലോ ഉണ്ടായത്. ഇപ്പോൾ ഈ പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലുള്ള ഗോത്ര വിഭാഗങ്ങളൊക്കെ ഭരിക്കുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് ഈ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ പഖ്തൂൺഖ്വ എന്ന് പറയുന്നത് അതാണല്ലേ? അത് മറ്റേ ഖുറാസാൻ ആ പ്രശ്നം ഒക്കെ അവിടെയുണ്ട്. അതെ. അപ്പോൾ ഇങ്ങനെ മൊത്തം ഭീകരവാദികളെ വളർത്തിക്കൊണ്ട് വരുന്ന ഒരു രാജ്യത്ത് എന്ത് വിശ്വസിച്ചാണ് മറ്റു രാജ്യക്കാർ പോകുന്നതല്ലേ ഇത്തരം ഒരു കാര്യത്തിന് വേണ്ടി? അതെ, വെറുതെ എന്തിനാണ് വേലിക്കലിരുന്ന പാമ്പിനെ എടുത്ത് എവിടെയോ വെക്കുക എന്ന് പറയില്ലേ, ആ പരിപാടി എന്തിനാ ചെയ്യുന്നതെന്നാണ് വലിയ കമ്പനികൾ ആലോചിക്കുന്നത്. എണ്ണ കമ്പനികൾ വന്നിട്ടല്ലേ പര്യവേഷണത്തിന്റെ കാര്യമുള്ളൂ. പാകിസ്ഥാൻ്റെ കയ്യിൽ പൈസ ഇല്ല. അപ്പൊ എണ്ണയുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് മേനി നടിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതെ. അപ്പം എന്നെങ്കിലും ഈ പാകിസ്ഥാന്റെ ഒരു അരക്ഷിതാവസ്ഥയെ, സാമ്പത്തിക പരാധീനതയൊക്കെ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നത് വെറുതെയാ. ആ രാജ്യം തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നത് തന്നെ അസ്ഥാനത്താണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.